ആലപ്പുഴയിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ എന്ന സ്ത്രീയും കൂട്ടരും അറസ്റ്റിലായ സംഭവത്തിൽ ശ്രീനാഥ് ബാസിക്കും ഷൈനിനും പുറമെ പുതുതായി 5 പേർക്ക് കൂടി എക്സൈസ് കഴിഞ്ഞ ദിവസം നോട്ടീസ് അയച്ചിരുന്നു. അതിലൊരു ബിഗ് ബോസ് താരം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അത് ബിഗ് ബോസ് മലയാളം സീസൺ 6 വിജയിയായ ജിൻഡോ ആണെന്ന് പറയാണ് മുൻ ബിഗ് ബോസ് താരവും യൂട്യൂബറായ സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ. കഞ്ചാവ് കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജിൻഡോയുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി വഴിയേ പറയുമെന്ന് സായി കൃഷ്ണ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിൽ പറയുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വെച്ച കേസിൽ അറസ്റ്റിലായ തസ്ലീമയെ എനിക്കും അറിയാമായിരിക്കുമല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അവരുടെ കയ്യിൽ കേസിൽ നടപടികൾ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. തസ്ലീമ വലിയൊരു തിമിംഗലമാണെന്നും അതിൻ്റെ വയറ്റിൽ ഒരുപാട് സിനിമാക്കാരുണ്ടെന്നും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിൽ ഉൾപ്പെട്ട ചെറിയ മീനുകൾ മാത്രമാണ് ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോവും. ഈ കേസിൽ പുതുതായി 5 പേർക്ക് കൂടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എക്സൈസ്. അത് നേരിട്ട് എത്തിയതാണ് കൈമാറിയത്. ആ നോട്ടീസ് കിട്ടിയ ഒരു ബിഗ് ബോസ് താരമുണ്ടെന്ന് വാർത്ത വന്നിരുന്നു. അത് ജിൻഡോ ആണ്. ന്യൂസ് 18 വാർത്തയിൽ ജിൻഡോയുടെ പേര് കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് ഒരു ദിവസം നന്ദുവിനോട് ജിൻഡോ വഴക്കിട്ടിരുന്നു. അന്ന് ഞാൻ ജിൻഡോയോട് പറഞ്ഞിരുന്നു ബിഗ് ബോസിൽ വിന്നർ കപ്പിന് അടുത്തേക്ക് അടുപ്പിക്കില്ലെന്ന്. അതിന് ചില കാരണമുണ്ട്. അന്ന് ഞാൻ മുഴുവൻ പറയാതിരുന്ന കാര്യങ്ങൾ കഞ്ചാവ് കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ പറയും. അന്ന് ജിൻഡോ എൻ്റെ കാല് പിടിച്ചിരുന്നു. പക്ഷേ അത് നിങ്ങൾ കണ്ടിട്ടില്ല. ബിഗ് ബോസ് ക്രൂ ആ വീഡിയോ പുറത്തുവിട്ടില്ല. ജിൻഡോ മാമ ആയി വിളിച്ചാണ് ഞാൻ അകത്തേക്ക് കയറി തന്നത്. ആ വിളിയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ എന്നാണ് സായി കൃഷ്ണ പറഞ്ഞത്. ജിൻഡോ വിജയായ ബിഗ് ബോസിൽ 6ാം സീസണിൽ സായി കൃഷ്ണ വൈൽഡ് കാർഡ് എൻട്രിയിലായിരുന്നു എത്തിയത്. സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറും ബോഡി ബിൽഡറും നടനുമായിരുന്നു ജിൻഡോ. വിവിധയിടങ്ങളിൽ ജിൻഡോ ജിമ്മും നടത്തുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസും ഇല്ലാതെയാണ് ജിൻഡോ ബിഗ് ബോസിൽ മത്സരിക്കാൻ ഇറങ്ങിയത്. വർഷങ്ങളായി ബിഗ് ബോസിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച് മോഹിച്ച് നടക്കുകയായിരുന്നു ജിൻഡോ. അതുകൊണ്ട് തന്നെ ഷോയിലേക്ക് എത്തും മുമ്പ് തന്നെ കാര്യമായ ഹോംവർക്ക് ജിൻഡോ നടത്തിയിരുന്നു. ബിഗ് ബോസ് പ്രേക്ഷകർക്ക് പരസ്പരം മനസ്സിലാക്കിയ ജിൻഡോ 100 ദിവസം ഹൗസിൽ നിന്ന് കപ്പ് നേടുകയും ചെയ്തു.